മാസപ്പടി കേസിൽ വീണയ്ക്ക് വീണ്ടും ഇ.ഡി. സമൻസ് അയക്കും. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് വീണ അറിയിച്ചിരുന്നു. വീണയെ ചോദ്യം ചെയ്തതിനു ശേഷം CMRL അധികൃതരെയും ഇ.ഡി. ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, വീണ ആദ്യം സമൻസിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇ.ഡി. അതിലൊരു മറുപടി ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീണയ്ക്ക് നൽകിയ സമൻസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇ.ഡിയുടെ മുന്നിൽ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ. ഇനി അങ്ങോട്ടുള്ള ഇ.ഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് അയക്കുകയാണോ? ആംബ്ലി മാസപ്പടി കേസിൽ വീണ വിജയൻ നേരിട്ട് തന്നെ ഹാജരാകണമെന്ന നിലപാടിൽ തന്നെയാണ് ഇ.ഡി. ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സമൻസ് അയക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ വീണ വിജയൻ ഇന്ന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ.ഡി. സമൻസ് അയച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് ആരോഗ്യ കാരണങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ വിജയൻ ഈ സമൻസിന് മറുപടി അയക്കുകയുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇവർ പറഞ്ഞിരുന്നത് ഇ.ഡി. സൂചിപ്പിച്ചിട്ടുള്ള ചില രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഇ.ഡിക്ക് മുന്നിൽ ഹാജരാക്കാം. അഭിഭാഷകൻ മുഖേന ഈ കാര്യങ്ങൾ ഈ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഇ.ഡിക്ക് മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യമാണ് വീണ വിജയൻ അറിയിച്ചിരുന്നത്. എന്നാൽ ഇ.ഡി. നേരിട്ടൊരു മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഏതായാലും ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒപ്പം തന്നെ വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയും വീണ നേരിട്ട് തന്നെ ഹാജരാകണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇ.ഡി. ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വീണ്ടും വീണ വിജയന് നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വീണ വിജയനെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം മറ്റ് ആളുകളിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ കടന്നാൽ മതി എന്നുള്ളൊരു നിലപാടിൽ കൂടിയാണ് ഇ.ഡി. ഉള്ളത്. CMRL അധികൃതരെ അടക്കം ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് വീണയെ ചോദ്യം ചെയ്തതിന് ശേഷം ഈ മറ്റുള്ളവരെ കൂടി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പ്രധാനമായിട്ടും ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കിരൺ പറഞ്ഞ പോലെ തന്നെ ഈ മാസപ്പടി കേസിൽ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇ.ഡി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണയെ കൂടാതെ CMRLുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ മകൻ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെയെല്ലാം ചോദ്യം ചെയ്യാൻ ഇ.ഡി. തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ ഹാജരാകില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ഈ വീണയെ ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കുമോ മറ്റുള്ളവരുടെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇ.ഡി. കടക്കുക? ആംബ്ലി അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. കാര്യം പ്രധാനമായിട്ടും അറിയേണ്ടത് ഈ വീണയും ഒപ്പം തന്നെ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CMRL നടിത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ്. ഇതിൽ 2.78 കോടി രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് 2016 ശേഷം ഉള്ള കാലഘട്ടത്തിൽ വന്നതായിട്ട് കണ്ടെത്തിയിരുന്നു. ഈ പണം എന്തിന് വന്നു, ഏത് തരത്തിലാണ് ഇതിന്റെ ചെലവുണ്ടായിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഇ.ഡിയുടെ അന്വേഷണം നടക്കുന്നത്. നേരത്തെ നൽകിയിരുന്ന ഒരു വിശദീകരണം CMRLനെ എക്സാലോജിക്ക് നൽകിയിട്ടുള്ള IT സേവനങ്ങൾക്ക് വേണ്ടിയാണ് വീണയെ ഈ CMRLന്റെ IT ഉപദേഷ്ടാവായിട്ടൊക്കെ നിയമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള പാരിതോഷിക ഇതിന്റെ പണമാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു ഇവർ വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാനായിട്ട് പിന്നീട് നടത്തിയ ഇ.ഡി. നടത്തിയ അന്വേഷണത്തിൽ ഇവർക്ക് ആർക്കും തന്നെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. വീണയും ഒപ്പം തന്നെ CMRLന്റെ IT മേധാവി അടക്കമുള്ള ആളുകൾ വീണ ഇത്തരത്തിലൊരു സേവനം നൽകിയിരുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അത്തരത്തിലൊരു മൊഴിയും ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും ആദ്യഘട്ടത്തിൽ വീണയെ ചോദ്യം ചെയ്യുക, അതിനുശേഷം മറ്റുള്ളവരിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ നീളുക എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ ഒരു കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം വീണയെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒപ്പം തന്നെ വീണയോട് ചില രേഖകളും ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഈ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ളതാണ്. കൂട്ടത്തിൽ തന്നെ ഈ CMRLുമായിട്ടുള്ള ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകളുമുണ്ട്. ഏതായാലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം നേരത്തെ മരവിപ്പിക്കുന്ന ഒരു നടപടിയായിരുന്നു ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. വീണയുടെ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങളും ഇ.ഡി ശേഖരിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും ആദ്യം വീണയെ ചോദ്യം ചെയ്യുക, അതിനുശേഷം CMRLന്റെ അധികൃതരിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ നീളുക എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നത്. കിരൺ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വീണ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ CMRLലെ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ടല്ലോ.
തീർച്ചയായിട്ടും ഇവിടെ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇവർ ആ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. നേരത്തെ തന്നെ ED അന്വേഷണത്തെ തടയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. CMRL ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആദ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും പിന്നീട് സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഏതാനും മാസങ്ങളോളം തന്നെ ഈ ED അന്വേഷണം നിലയ്ക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് സിംഗിൾ ബെഞ്ച് ഈ ED അന്വേഷണം തുടരാമെന്നുള്ള ഒരു ഉത്തരവിടുന്നത്. ഇതിന് പിന്നാലെ തന്നെ ED ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. സംസ്ഥാനത്തിന് വ്യാപകമായി തന്നെ പരിശോധനകൾ നടന്നിരുന്നു. ഈ വീണയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലടക്കം പരിശോധന നടക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടതാണ്. അതിനുശേഷമാണ് CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ഡിവിഷൻ ബെഞ്ചും ഈ ഹർജി തള്ളുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇതിൽ മറ്റൊരു നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് CMRL കടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള നടപടികളിലേക്ക് കൂടി കൂടുതലായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി EDയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ ആദ്യ ഈ വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകിയത്. ഇന്ന് വീണയെ ചോദ്യം ചെയ്ത് ഈ ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ മറ്റുള്ളവർക്കും നോട്ടീസ് നൽകുക എന്നുള്ളൊരു നീക്കമായിരുന്നു EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് വീണ ഈ ഹാജരാകാൻ കഴിയില്ല, തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് EDക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. ഏതായാലും ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പോ തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി ഏതായാലും EDയുടെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പിളി, ശരി, മാസപ്പടി കേസിൽ വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കാനാണ് EDയുടെ തീരുമാനം. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ അറിയിച്ചിരുന്നു. രേഖകളടക്കം ഹാജരാക്കിയാൽ അത് പരിഗണിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ED അടക്കമുള്ള ഏത് അന്വേഷണ സംഘവും തുടരാറുള്ളത്. വീണയെ ചോദ്യം ചെയ്തതിന് ശേഷം CMRL അധികൃതരെയും ED ചോദ്യം ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ED കടക്കുകയാണ്. കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ED ഭാഗത്ത് നിന്ന് വേഗത്തിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ.